ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ഉത്തരകാണ്ഡമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടില്ലെങ്കിൽ എല്ലാവരും കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഴയതുപോലെ തന്നെ പറയുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഹരേ കൃഷ്ണ. കഥ തുടരുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ വലിയ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. എന്തു ചെയ്യുമെന്നറിയാൻ മേലാതെ ഭഗവാൻ വിഷമിക്കുകയാണ്. സജീവന്മാരെയും മന്ത്രിമാരെയും മിത്രങ്ങളെയും വിളിച്ചു ചേർത്തു. ശ്രീരാമൻ്റെ കണ്ണിൽ അഭിമാനഭംഗത്താൽ കണ്ണുനീർ തുളുമ്പി. വേനൽക്കാലം തടാകത്തിൽ കുളിക്കാൻ പോയി രാമൻ തടാകക്കരയിൽ ചെന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്നു. നാലുപാടും പുഷ്പങ്ങൾ വിരിഞ്ഞുലയുന്നു. രാമൻ തടാകത്തിൻ്റെ വടക്കേ തീരത്താണ്. തെക്കേ കരയിൽ ഒരു രാജകൻ വസ്ത്രം അലക്കുന്നു. രാമൻ കഴുത്തോളം വെള്ളത്തിലിറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് നടന്നു. രചകനും രചകൻ്റെ ഭാര്യാപിതാവും തമ്മിൽ സംസാരിക്കുകയാണ്. ശശുരൻ ചോദിച്ചു, നീ നല്ല ഗുണങ്ങൾ തികഞ്ഞവൻ, സൽപ്പേരുള്ളവൻ. നിന്റെ പിതാവ് നിങ്ങളുടെ ഗോത്രത്തിലെ ശ്രേഷ്ഠരായിരുന്നു, ധനവും മാനവും കാത്തവൻ. എൻ്റെ മകൾക്ക് എന്തു ദോഷമാണുള്ളത്? ഇന്നലെ രാത്രി കരഞ്ഞുകൊണ്ടവൾ എൻ്റെ വീട്ടിൽ വന്നു. നീ അവളെ തല്ലിയതെന്തിന്? അവൾ ഒറ്റയ്ക്കാണ് രാത്രിയിൽ വന്നത്. ഭയന്നുപോയി. പിതൃഗൃഹത്തിൽ യുവതി ശോഭിക്കുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് ശശുരൻ ജാമാതാവിൻ്റെ മറുപടിക്കായി കാത്തുനിന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകൾ നിങ്ങളുടെ വസതിയിൽ തന്നെ നിൽക്കട്ടെ. ഒറ്റയ്ക്ക് രാത്രി 2-ാം യാമത്തിൽ അവൾ ആരെ ആശ്രയിച്ചാണ് വീട്ടിലേക്ക് പോന്നത്? രാജാവായതുകൊണ്ട് രാമൻ ഇത്രയൊക്കെ സഹിക്കും. സീതയെ അപഹരിച്ചു, തിരിച്ചു വന്നു സ്വീകരിച്ചു. ഞാൻ രാമനെ പോലെ രാജാവൊന്നുമല്ല. സ്വജനങ്ങളും ബന്ധുക്കളും എന്നെ ആക്ഷേപിക്കും. ഞാൻ താണജാതിക്കാരനല്ലേ? ഉത്തരം മുട്ടിയ ശശ്വരൻ തിരിച്ചുപോയി. രാമൻ വടക്കേ കടവിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നു. ഭദ്രൻ പറഞ്ഞതൊക്കെ ശ്രീരാമൻ്റെ മനസ്സിലുണ്ടായിരുന്നു. രാമൻ വിചാരിച്ചു, ഭദ്രൻ പറഞ്ഞത് ശരിയാണ്. രചകൻ്റെ വായിൽ നിന്നു തന്നെപ്പറ്റി നിഷ്ഠൂരമായ വചനം നേരിട്ട് കേട്ടു. രാമൻ വിഷണ്ണനായി വസതിയിലേക്ക് മടങ്ങി. സീതയെക്കുറിച്ചോർത്ത് രാമൻ വളരെയധികം വേദനിച്ചു. സീത വലിയ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്നു. 5 മാസം ഗർഭിണിയാണ്. സീതയെ തല വിടർത്തി ഒരുക്കുകയാണ് തോഴിമാർ. ചിലർ ചീപ്പെടുക്കുന്നു. ഒരുവൾ ചോദിച്ചു, 10 തലയും 20 കൈയുമുള്ള രാവണൻ എങ്ങനെയിരിക്കും കണ്ടാൽ? സീതാദേവി പറഞ്ഞു, ഞാൻ ആ ദുഷ്ടനെ കണ്ടിട്ടില്ലല്ലോ. കടലിൽ നിഴൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിഴലെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. നിഴലെങ്കിലും ഒന്ന് വരച്ചു കാണിക്കാമോ? നിർഭാഗ്യം. സീത നിഴൽ കണ്ട ഓർമ്മയിൽ 10 തലയും 20 കൈകളുമുള്ള രാവണന്റെ രേഖാചിത്രം നിലത്ത് വരച്ചു കാണിച്ചു. ഗർഭാലസ്യ നിമിത്തം വർത്തമാനം പറഞ്ഞിരിക്കെ ആ നിലത്തു തന്നെ തല ചായ്ച്ചു. രാമൻ അപ്പോഴാണ് അതുവഴി വന്നത്. സ്വയം രാവണന്റെ രേഖാചിത്രം വരച്ച് അതിനടുത്ത് സീത കിടക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് പ്രഭു അവിടേക്ക് കയറി വന്നത്. എന്തു ചെയ്യും? തനിക്ക് ദുഷ്കീർത്തി ഉണ്ടായതിൽ കാര്യമുണ്ട്. ഇത് ജനങ്ങൾ കണ്ടാൽ വീണ്ടും വീണ്ടും സീതയെ കുറ്റപ്പെടുത്തുമെന്ന് പ്രഭു ഓർത്തു. സീതയ്ക്ക് വേണ്ടി പ്രജകളോട് പടവെട്ടാനും കഴിയുകയില്ലല്ലോ. ഒരു മാർഗവുമില്ല. എന്തു ചെയ്യും? സീതയെ കണ്ടിട്ട് തിരിച്ച് പുറത്തു വന്ന രാമൻ്റെ മുഖത്ത് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. സത്യം പാലിക്കാനാണ് അച്ഛൻ എന്നെ ഉപേക്ഷിച്ചത്. സത്യം പാലിക്കുന്നവരെ ലോകം ആദരിക്കുന്നു. സീതയെപ്പോലെ രൂപമാധുരി ഉള്ളവരല്ലേ സീത സതിയാണെന്ന് പറഞ്ഞത്?
ദശരഥനും ബ്രഹ്മാവും വന്ന് കൈപിടിച്ച് പറഞ്ഞതാണ് സീത പതിവ്രതയാണെന്ന്. അതെല്ലാം മാനിച്ചിട്ടാണ് ദേശത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള സീതയെ ജനങ്ങൾ പരിഹസിക്കുന്നു. ഇത് സഹിക്കാനാവുന്നില്ല. രാമൻ ദ്വാരപാലകനെ വിളിച്ചു സഹോദരന്മാരെ വിളിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു. കൽപ്പനയനുസരിച്ച് തവണക്കാരൻ 3 പേരെയും വിളിച്ചുകൊണ്ടുവന്നു. മൂവരും ശ്രീരാമചരണങ്ങളിൽ വന്ദിച്ചു. അനുജന്മാരുമായി ആലോചിച്ചു. സഭയിലുണ്ടായ നാണക്കേട് തീരുവാൻ ഞാൻ സീതയെ പരിത്യജിക്കാൻ തീരുമാനിക്കുകയാണ്. സഭയിൽ പത്നി നിമിത്തം അപകീർത്തി ഉണ്ടായി. എന്തു ചെയ്യും? എനിക്ക് പൂർണ്ണമായ വിശ്വാസമാണ് ദേവി പതിവ്രതയാണെന്ന്. പക്ഷേ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല. നിവർത്തികേടുകൊണ്ട് ഞാനിപ്പോൾ രാജാവാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും സീതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതെനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇന്നലെ സീത എന്നോട് മുനിപത്നിമാരെ വസ്ത്രാഭരണങ്ങൾ നൽകി സന്തോഷിപ്പിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ലക്ഷ്മണ, ഇക്കാര്യം മഹർഷിയോട് ചെന്ന് പറയൂ. സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോകൂ. നാളെ രഥത്തിൽ സുമന്ത്രനെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. നീയും സീതയും സുമന്ത്രനും, വേറെ ആരും വേണ്ട. ഇനിയും എൻ്റെ സീതയെ മറ്റുള്ളവർ ദുഷിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ആവില്ല. ഈ വിധം പറഞ്ഞ് രാമൻ വീണ്ടും കരഞ്ഞു. 3 സഹോദരന്മാരും ശിരസിൽ ഇടിവെട്ടേറ്റതുപോലെ തകർന്നുപോയി. ലക്ഷ്മണൻ അതികഠിനമായ വേദനയോടുകൂടി ചോദിച്ചു, എന്തു കുറ്റത്തിനാണ് ജ്യേഷ്ഠത്തിയെ അങ്ങ് പരിത്യജിക്കുന്നത്? ഭർത്താവ് ജീവിച്ചിരിക്കെ അനാഥരാകുന്ന അവസ്ഥ രാജ്ഞി എങ്ങനെ സഹിക്കും? നിരപരാധിയായ ദേവിയെ വേദനിപ്പിച്ചാൽ രഘുവംശം നശിക്കും. സീതയെ നാട് കടത്തരുത്. ലക്ഷ്മി ദേവിയായിരിക്കും അങ്ങനെ ചെയ്താൽ ആട്ടി പുറത്താക്കുന്നത്. ജ്യേഷ്ഠന് ജ്യേഷ്ഠത്തിയെ വേണ്ടെങ്കിൽ മറ്റൊരു ഗൃഹത്തിൽ താമസിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വേറെ ഗൃഹത്തിൽ താമസിച്ചാലും അപവാദമുണ്ടാകും എന്ന് കരഞ്ഞുകൊണ്ട് രാമൻ പറഞ്ഞു. എൻ്റെ കൽപ്പന ഞാൻ തന്നു കഴിഞ്ഞു. സീതയെപ്പറ്റി ഇനി ഇവിടെ ആരും സംസാരിക്കേണ്ട. ഹൃദയം പിളർക്കുന്ന വേദനയോടുകൂടിയാണ് ശ്രീരാമചന്ദ്രൻ ഈ വിധം ലക്ഷ്മണകുമാരനോട് പറഞ്ഞത്. ശ്രീരാമൻ്റെ വാക്കുകേട്ട് ലക്ഷ്മണന് ഭയമായി. സുമന്ത്രനോട് വിവരങ്ങൾ പറഞ്ഞു. രഥവുമായി സുമന്ത്രർ വന്നപ്പോൾ ലക്ഷ്മണൻ സീതയുടെ വസതിക്ക് അരികിൽ ചെന്നു. ലക്ഷ്മണൻ്റെ മേലാകെ കണ്ണീരൊഴുകിയിരുന്നു. സീതയ്ക്ക് അനുജനെ കണ്ടപ്പോൾ സന്തോഷമായി. അനുജൻ വന്നല്ലോ, ഇന്നെനിക്ക് സുദിനമാണ്. 14 വർഷം ഒന്നിച്ച് വസിച്ചിട്ടും തിരിച്ചു വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഞാൻ വനത്തിൽ വെച്ച് ദുഷ്ടവാക്കുകൾ പറഞ്ഞതിൻ്റെ പരിഭവമായിരിക്കുമോ? എന്തായാലും വന്നല്ലോ, അടുത്തിരിക്കൂ. അനുജ, വിശേഷങ്ങളൊക്കെ പറയൂ. സുഖമല്ലേ? കാണാറില്ലെങ്കിലും എന്നും എൻ്റെ മനസ്സിൽ നീ ഉണ്ട് കേട്ടോ. എന്താ മറുപടിയൊന്നും പറയാതെ വിഷണ്ണനായി ഇരിക്കുന്നത്? ലക്ഷ്മണൻ മറുപടി പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത്. രാജമഹിഷിയാണിപ്പോൾ ജ്യേഷ്ഠത്തി. സേവകന്മാർ കൽപ്പനയില്ലാതെ രാജ്ഞിയെ വന്ന് കാണരുത്. ലക്ഷ്മണൻ ജ്യേഷ്ഠത്തിയെ വന്ദിച്ചു. സീതാദേവി അനുജനെ അനുഗ്രഹിച്ചിട്ട് ചോദിച്ചു, എന്താണ് പിന്നെ അന്തഃപുരത്തിലേക്ക് വരാൻ കാരണം? ലക്ഷ്മണൻ പറഞ്ഞു, അമ്മയെ കേട്ടാലും ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ചാണ് വന്നത്. ഇന്നലെ ജ്യേഷ്ഠനോട് പറഞ്ഞില്ലേ മുനിപത്നിമാരെ കാണാൻ പോകണമെന്ന്? കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എന്നോടൊത്ത് വാൽമീകിയുടെ തപോവനത്തിലേക്ക് പോകാം.
മുനിപത്നിമാർക്ക് കൊടുക്കാനുള്ള രത്നവും കനകവും വസ്ത്രവുമൊക്കെ എടുത്തുകൊണ്ട് ദിവ്യരഥത്തിൽ കയറിയാലും. സീതാദേവി അനുജനോട് ചോദിച്ചു, സത്യമാണോ അതോ ലക്ഷ്മണ എന്നെ കളിപ്പിക്കുകയാണോ? ലക്ഷ്മണൻ പറഞ്ഞു, അല്ല ജ്യേഷ്ഠത്തി, സത്യം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ അറിയും? സീതാദേവി കലവറയിൽ പോയി രത്നാഭരണങ്ങളും ദിവ്യവസ്ത്രങ്ങളും എടുത്തുകൊണ്ട് വന്നു. അത്യാനന്ദത്തോടുകൂടി രഥത്തിൽ കയറി. സീതയുടെ കൂടെ പോകാൻ പല അന്തഃപുര സ്ത്രീകളും കൊതി കാണിച്ചു. സീത പറഞ്ഞു, സ്നേഹം കൊണ്ടുള്ള ദുഃഖം ഒതുക്കി അന്തഃപുരത്തിൽ തന്നെ ഇരിക്കുക. മുനിപത്നിമാരെ വന്ദിച്ചിട്ട് ഞാൻ വേഗം വരാം. തോഴിമാർ അകത്തുപോയി സന്തോഷപൂർവ്വം രഥത്തിൽ കയറി. ലക്ഷ്മണൻ പറഞ്ഞു, ഞാനും സുമന്ത്രരും ജ്യേഷ്ഠത്തിയും മാത്രമേ ഉള്ളൂ. ഗുപ്തവേഷത്തിൽ പോയാൽ മതി എന്നാണ് ജ്യേഷ്ഠൻ പറഞ്ഞിരിക്കുന്നത്. സീതാദേവിയുടെ കാന്തി 12 യോജന പരന്നു. സീത അന്തഃപുരത്തിൽ നിന്നിറങ്ങിയപ്പോൾ സീതയില്ലാത്ത രാമഭവനം ഇരുളടഞ്ഞു. രാജലക്ഷ്മി വെടിഞ്ഞു. പ്രജകൾ ദുർബലരായി. രാജ്യത്തിനുള്ളിൽ അമംഗളമുണ്ടാകുന്നു. നദി ഒഴുക്കുപേക്ഷിച്ചു. ലോകം ആഹാരം ഉപേക്ഷിച്ചു. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കാതെയായി. രാവും പകലും ഒരേ തരം അന്ധകാരം. വൃക്ഷങ്ങൾ കണ്ണുനീർ പോലെ കായ്കൾ പൊഴിച്ചു. രാമൻ്റെ അടുത്ത് ഭരതനും ശത്രുഘ്നനുമുണ്ട്. ലക്ഷ്മണൻ സീതയെയും കൊണ്ടുപോയി. ജാനകി വിചാരിച്ചു, ഇന്ന് ആകെ ഒരമംഗളമായി തോന്നുന്നു. രഘുനാഥൻ്റെ കുശലം അറിഞ്ഞില്ല. പോരാൻ സമയത്ത് അമ്മമാരോട് യാത്ര പറഞ്ഞില്ല. അവർക്കതിൽ വിഷമം കാണും. ഇടതുവശത്ത് സർപ്പത്തിനെയും വലതുവശത്ത് കുറുക്കനെയും കണ്ടു. ഈ അമംഗളങ്ങൾ സീത ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണ, അശുഭലക്ഷണങ്ങൾ കാണുന്നു. ഇനി ഒരിക്കലും അയോധ്യയിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് മനസ്സിൽ തോന്നുന്നു. ലക്ഷ്മണൻ തലകുനിച്ചിരുന്നു. രാമനെ ഭയന്ന് ഒന്നും മിണ്ടിയില്ല. കണ്ണീരൊഴുക്കുക മാത്രം ചെയ്തു. സീത വീണ്ടും ചോദിച്ചു, എന്താണ് അനുജ നിന്റെ മുഖം വിഷണ്ണമായിരിക്കുന്നത്? നമുക്ക് തിരിച്ചു പോകാം. രഥം തിരിക്കാൻ പറയൂ. പ്രഭുവിനെ വന്ദിച്ച് യാത്രാ അനുവാദം തേടാം. അതിനുശേഷം വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോകാം. ലക്ഷ്മണൻ ദേവിയെ ആശ്വസിപ്പിച്ചു. ജ്യേഷ്ഠത്തി, വ്യാകുലപ്പെടരുത്. രഥമിതാ യമുനാ തീരത്തെത്തി. വിധിയുടെ നിശ്ചയങ്ങൾ മാറ്റാനാവുകയില്ല. നമുക്ക് രഥത്തിൽ നിന്നിറങ്ങി അക്കരെ എത്താം. വാൽമീകിയുടെ തപോവനത്തിലേക്ക് ചെല്ലാം. രഥത്തിൽ നിന്നിറങ്ങി യമുന കടന്നു. സീതാദേവി മുമ്പിലും ലക്ഷ്മണൻ പിമ്പിലുമായി നടന്നു. ലക്ഷ്മണൻ തേങ്ങിക്കരയുകയായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ സീതാദേവി കൂടുതൽ ഭയപ്പെട്ടു. ലക്ഷ്മണ, എന്താണ് ദുഃഖം? എന്താണ് ഉറക്കെ കരയുന്നത്? ജ്യേഷ്ഠത്തി, പറയാൻ എനിക്ക് കരുത്തില്ല. രാമൻ്റെ ആജ്ഞയനുസരിച്ച് ദേവിയെ വനവാസത്തിന് വിടാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ലക്ഷ്മണൻ്റെ വാക്കുകേട്ട് സീതയ്ക്ക് തീവ്ര ദുഃഖമുണ്ടായി. ഹരേ കൃഷ്ണ, ഇത്ര ദൂരം വന്നിട്ടാണല്ലോ ലക്ഷ്മണ ഈ വിവരം പറഞ്ഞത്. വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് എന്ന് കളവ് പറഞ്ഞത് എന്തിനാണ്? ധാർമ്മികരിൽ ധാർമ്മികനും കീർത്തിമാനുമാണ് രാമൻ. അയോധ്യയിൽ വെച്ചു തന്നെ എന്തുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചില്ല? ദേശത്തിൽ എനിക്ക് സ്ഥാനം തരാനല്ലെങ്കിൽ എന്തിനാണ് ലങ്കയിൽ വെച്ച് അഗ്നിപരീക്ഷ നടത്തിച്ച് എന്നെ അപമാനിച്ചത്? ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് യമുനയിൽ ജീവൻ ഉപേക്ഷിക്കും. രഘുവംശത്തിൻ്റെ ദുഷ്കീർത്തി ലോകമെങ്ങും പരക്കട്ടെ. ഞാൻ 5 മാസം ഗർഭിണിയാണ്. എൻ്റെ ഗർഭത്തിൽ കിടന്ന് രാമൻ്റെ സന്തതിയും മരിക്കട്ടെ. നിരപരാധിയായ എന്നെ ത്യജിച്ചതിന് രാമൻ എന്ത് സമാധാനമാണ് പറയാൻ പോകുന്നത്? രാമന് ഞാൻ മരിച്ചാലും കോടിക്കോടി സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റും. ഞാൻ പ്രാർത്ഥിക്കുന്നത് ജന്മജന്മാന്തരങ്ങളിലും ശ്രീരാമൻ എനിക്ക് ഭർത്താവായിരിക്കണമെന്നതാണ്. ഈ വിധം പറഞ്ഞ് സീതാദേവി വിലപിച്ചു. ഈ വിലാപം കണ്ട് ലക്ഷ്മണൻ്റെ മനസ്സുരുകി. രണ്ടുപേരും വാൽമീകിയുടെ തപോവനത്തിലെത്തി. ലക്ഷ്മണൻ കൈകൂപ്പിക്കൊണ്ട് യാത്ര ചോദിച്ചു. രാമൻ
രഘുനാഥൻ എവിടെയെന്ന് സീത കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ലക്ഷ്മണൻ കേട്ടു. ഹരേ കൃഷ്ണ. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഹരേ കൃഷ്ണ.